പീപ്പിൾ ബിഗ് ഇമ്പാക്ട്. കോട്ടയം റൈഫിൾ അസോസിയേഷനിൽ റെയ്ഡ്. കോട്ടയം പാലക്കാട് റൈഫിൾ അസോസിയേഷനുകൾ കേന്ദ്രീകരിച്ച് 1.5 ലക്ഷത്തോളം വെടിയുണ്ടകൾ കാണാതായെന്ന വാർത്തയെ പീപ്പിൾ നൽകിയ വാർത്തയെ തുടർന്നാണ് ഇപ്പോൾ കോട്ടയം റൈഫിൾ അസോസിയേഷനിൽ റെയ്ഡ് നടക്കുന്നത്. വിദേശ നിർമ്മിതമായ .22, .32, 12 ബോർ എന്നീ ഇനങ്ങളിൽപ്പെട്ട മാരകശേഷിയുള്ള വെടിയുണ്ടകളാണ് കാണാതായത്. പാലക്കാട് റൈഫിൾ അസോസിയേഷന് 20/1/2015 ലഭിച്ച 59,000-ഓളം .22 ഇനത്തിൽപ്പെട്ട വെടിയുണ്ടകൾ നാഷണൽ റൈഫിൾ അസോസിയേഷനിൽ നിന്ന് സബ്സിഡിയോടുകൂടി ലഭിച്ചതായി രേഖകളുണ്ടെങ്കിലും യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റിൽ വെടിയുണ്ടകൾ എന്തിനു ഉപയോഗിച്ചെന്നോ എന്ത് സംഭവിച്ചെന്നോ രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിന് സമാനമായ സംഭവമാണ് കോട്ടയം റൈഫിൾ അസോസിയേഷനിലും 1997 മുതൽ 2013 വരെ നടന്നത്. 1,07,000-ഓളം .22, .32 വെടിയുണ്ടകൾ കാണാനില്ല. ഇവിടെയും വാങ്ങിയതിനും ലഭിച്ചതിനും രേഖയുണ്ടെങ്കിലും എന്തിനു ഉപയോഗിച്ചെന്നോ എന്ത് ചെയ്തുവെന്നോ പറയുന്നില്ല. മാത്രമല്ല, കോട്ടയത്ത് 2,500 12 ബോർ ഇനത്തിൽപ്പെട്ട വെടിയുണ്ട നിയമവിരുദ്ധമായി നാഷണൽ റൈഫിൾ അസോസിയേഷനിൽ നിന്ന് വാങ്ങിയെങ്കിലും ഇതും കാണാനില്ല. അതേസമയം 12 ബോർ ഇനത്തിൽപ്പെട്ട വെടിയുണ്ട ഉപയോഗിച്ചുള്ള പരിശീലനത്തിന് കേരളത്തിൽ ദേശീയ ഗെയിംസിന്റെ ഭാഗമായാണ് റേഞ്ച് ആരംഭിച്ചത്. കാണാതായ വെടിയുണ്ടകൾ ആരുടെ കൈകളിലാണ് എത്തിയെന്നതാണ് ആശങ്കയ്ക്കിടയാക്കുന്നത്. 1 കിലോമീറ്റർ അകലെ നിൽക്കുന്ന ആളിനെ വെടിവെച്ച് വീഴ്ത്താൻ ഉപയോഗിക്കാൻ കഴിയുന്ന തിരകളാണ് നഷ്ടപ്പെട്ടത്. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഓൺലൈൻ പെൺവാണിഭ കേസിൽ അറസ്റ്റിലായ ജോഷിയുടെ സഹായിയുടെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ. ലൈംഗിക ബന്ധത്തിന് വഴങ്ങാത്ത സ്ത്രീകളെ എയ്ഡ്സ് രോഗിയായ ഡ്രൈവറുമായി ലൈംഗിക ബന്ധം നടത്തിച്ചുവെന്ന് സഹായിയായ അനൂപ് വെളിപ്പെടുത്തി. ഇതിനുശേഷം ഇവരെ ഇടപാടുകാർക്ക് എത്തിച്ചതായും അനൂപ് പറഞ്ഞു. അനൂപിന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം കോടതിയിൽ അപേക്ഷ നൽകി. ചുംബന സമര നേതാക്കളായ രാഹുൽ പശുപാലനും രശ്മി ആർ നായരും പ്രതികളായ ഓൺലൈൻ പെൺവാണിഭ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ തന്നെ ഞെട്ടിപ്പിച്ച വെളിപ്പെടുത്തലാണ് കേസിൽ പോലീസ് കസ്റ്റഡിയിലുള്ള അച്ചായൻ എന്ന ജോഷിയും സഹായി അനൂപും നടത്തിയിരിക്കുന്നത്. പെൺവാണിഭത്തിനെത്തിച്ച പെൺകുട്ടികളെ എയ്ഡ്സ് രോഗിയുമായി ലൈംഗിക ബന്ധത്തിന് വിധേയരാക്കിയതായി ജോഷി വെളിപ്പെടുത്തി. തന്റെ ഡ്രൈവറാണ് ആ എയ്ഡ്സ് രോഗിയെന്നും പെൺവാണിഭത്തിന് വിസമ്മതിച്ച പെൺകുട്ടികളെയാണ് ഇത്തരത്തിൽ ചതിയിലൂടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വഴിയൊരുക്കിയതെന്നും ജോഷി പറഞ്ഞു. ഇക്കാര്യങ്ങൾ ജോഷിയുടെ സഹായി അനൂപും പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. എയ്ഡ്സ് രോഗിയുമായുള്ള ലൈംഗിക ബന്ധത്തിന്റെ ദൃശ്യങ്ങളും മറ്റു കാര്യങ്ങളും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് പെൺകുട്ടികളെ പിന്നീട് പല കേന്ദ്രങ്ങളിലും എത്തിച്ച് വാണിഭം നടത്തിയതെന്നും അനൂപ് മൊഴി നൽകി. ജോഷിയുടെ ഡ്രൈവർ ഇപ്പോൾ ഒളിവിലാണ്. പെൺവാണിഭത്തിന് വന്നവരുടെ പണമിടപാടുകൾ കൈകാര്യം ചെയ്തത് താനാണെന്ന് മുബീന സമ്മതിച്ചിരിക്കുന്നു. ഇടപാടുകാർ പണം നിക്ഷേപിക്കുന്നത് മുബീനയുടെ അക്കൗണ്ടിലാണ്. കൊച്ചിയിൽ നടന്ന റെയ്ഡിനിടെ ക്രൈംബ്രാഞ്ച് ASIയെ കാറിടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ച ശേഷം ഒളിവിൽ പോയ മുബീനയെയും വന്ദനയെയും കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ ഡാഡി ടീം തമിഴ്നാട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. ഇവരെയും കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയമാക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് രൂപയാണ് മുബീനയുടെ അക്കൗണ്ടിൽ വന്നിട്ടുള്ളത്. ഓരോ വ്യാപാരവും കഴിയുമ്പോൾ തന്റെ വിഹിതമെടുത്ത ശേഷം ബാക്കി പണം രാഹുലിനും രശ്മിക്കും കൈമാറും. പുതിയ പെൺകുട്ടികളെ എത്തിക്കാനും മുബീനയും വന്ദനയും സഹായിച്ചതായും മുബീന മൊഴി നൽകി. പിടിയിലായവരുടെ പുതിയ വെളിപ്പെടുത്തൽ സംബന്ധിച്ച കൂടുതൽ അന്വേഷണം നടത്താൻ ഒരുങ്ങുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. 15 വയസ്സുകാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത് ദൃശ്യങ്ങൾ വാട്സപ്പിൽ പ്രചരിപ്പിച്ച സംഭവത്തിൽ 4 സഹപാഠികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. 2 ആഴ്ച മുൻപാണ് പെൺകുട്ടിയെ സഹപാഠികൾ കൂട്ടബലാത്സംഗം ചെയ്തതും വാട്സപ്പിൽ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചതും. ഇതേ ദൃശ്യങ്ങൾ കാട്ടി സംഭവം പുറത്തു പറയരുതെന്ന് പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു. 15ഉം 16ഉം വയസ്സുള്ളവരാണ് പിടിയിലായ ആൺകുട്ടികൾ. ഒന്നാം മാറാട് കലാപത്തിലെ 12 പ്രതികളുടെ ശിക്ഷ ഹൈക്കോടതി റദ്ദാക്കി. ഡിവിഷൻ ബെഞ്ചാണ് ശിക്ഷ റദ്ദാക്കിയത്. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് ബുധനാഴ്ച നടക്കും. അതേസമയം പാലോട് രവിയെ ഡെപ്യൂട്ടി സ്പീക്കറാക്കാൻ കോൺഗ്രസിൽ ധാരണയായി. കോൺഗ്രസിലെ I വിഭാഗം നിർദ്ദേശിച്ച K മുരളീധരൻ പിന്മാറിയതോടെയാണ് A ഗ്രൂപ്പ് MLA പാലോട് രവിയെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കാൻ ധാരണയായത്. 2 ആഴ്ചത്തേക്ക് ഡെപ്യൂട്ടി സ്പീക്കറാകാനില്ലെന്ന് രാവിലെ മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും KPCC അധ്യക്ഷനെയും K മുരളീധരൻ അറിയിച്ചു. തുടർന്ന് പാലോട് രവിയെ നിർദ്ദേശിക്കാൻ ധാരണയായി. നേരത്തെ RSPയും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തിന് അവകാശവാദം ഉന്നയിച്ചിരുന്നു. എന്നാൽ കോൺഗ്രസ് കൈവശം വെച്ച സ്ഥാനം വിട്ടു നൽകേണ്ടെന്നായിരുന്നു KPCC നിലപാട്. ഇതോടെ അതൃപ്തി വ്യക്തമാക്കിക്കൊണ്ട് RSP പിന്മാറി. അമർഷമുണ്ടെങ്കിലും പരസ്യമായ നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കില്ലെന്നാണ് RSP നേതാക്കൾ നൽകുന്ന സൂചന. G കാർത്തികേയന്റെ നിര്യാണത്തോടെ N ശക്തൻ സ്പീക്കറായ സാഹചര്യത്തിലാണ് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്ത് ഒഴിവ് വന്നത്. വരുന്ന ബുധനാഴ്ച രാവിലെ 9:30 തെരഞ്ഞെടുപ്പ്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1 മണി വരെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
13ാം കേരള നിയമസഭയുടെ 15ാം സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. ഡിസംബർ 17 വരെ 11 ദിവസങ്ങളിലായി സമ്മേളിക്കുന്ന സഭയിൽ നിയമനിർമ്മാണമാണ് പ്രധാന അജണ്ടയെന്ന് സ്പീക്കർ എൻ ശക്തൻ പറഞ്ഞു. അതേസമയം നിയമസഭയിൽ മുൻമന്ത്രി KM മാണിയുടെ സീറ്റ് മാറുമെന്നും ആ സീറ്റ് കേരള കോൺഗ്രസിലെ നിലവിലെ മന്ത്രിക്ക് നൽകുമെന്നും സ്പീക്കർ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. 13ാം നിയമസഭയുടെ 15ാം സമ്മേളനത്തിനാണ് നവംബർ 30-ന് തുടക്കമാവുക. 11 ദിവസമാണ് ഇക്കുറി സഭ സമ്മേളിക്കുക. ഒട്ടേറെ നിയമനിർമ്മാണം നടത്തുകയാണ് ഇക്കുറിയുടെ സമ്മേളനത്തിന്റെ പ്രത്യേകത. 2015 കേരള സർവീസ് കമ്മീഷൻ ബിൽ, 2015 പേയ്മെന്റ് ഓഫ് വേജസ് ബിൽ, ഭേദഗതി ചെയ്ത പ്രവാസി കേരളീയരുടെ ക്ഷേമ ബിൽ തുടങ്ങിയ ബില്ലുകളാണ് 15ാം സമ്മേളനത്തിൽ അവതരിപ്പിക്കുകയെന്ന് സ്പീക്കർ എൻ ശക്തൻ വ്യക്തമാക്കി. ഡിസംബർ 1-ാം തീയതി 2015 പ്രവാസി കേരളീയരുടെ ക്ഷേമ ബില്ല് ഭേദഗതിയാണ്. 2015 ഹിന്ദുടർച്ച ബില്ല് അതും ഭേദഗതിയാണ്, അതും അവതരിപ്പിക്കും. നിയമസഭയിൽ KM മാണിയുടെ സീറ്റ് കാര്യത്തിൽ സ്പീക്കറുടെ വിശദീകരണം ഇങ്ങനെ: സീറ്റ് മാറ്റം ഉണ്ടാവും. മാണി സാറ് ഇരുന്ന സീറ്റിൽ കേരള കോൺഗ്രസിൻ്റെ ഇപ്പോൾ ഉള്ള മന്ത്രി ആ സീറ്റിലേക്ക് വരും. മാണി സാറിന് നിയമസഭയിൽ ഫ്രണ്ടിൽ തന്നെ സീറ്റുണ്ടാവും. നിയമസഭാ സമുച്ചയത്തിലെ നിയമസഭാ മ്യൂസിയം പുതിയ ബ്ലോക്കിന് G. കാർത്തികേയന്റെ നാമം നൽകുമെന്നും സ്പീക്കർ കൂട്ടിച്ചേർത്തു. ബാർക്കോഴ കേസ്, പോലീസ് നിയമന തട്ടിപ്പ്, ഇങ്ങനെ ഒട്ടേറെ വിഷയങ്ങളായിരിക്കും പ്രതിപക്ഷം ഇക്കുറി സഭയിൽ ഉയർത്തിക്കാട്ടുക. സഭ പ്രക്ഷുബ്ധമാകുമെന്നതിൽ തർക്കമില്ല. ക്യാമറമാൻ ബിച്ചു പൂവച്ചലിനൊപ്പം സുനിൽ അരുമാനു. പീപ്പിൾ ഫോളോ സാങ്കേതിക സർവകലാശാലയിലെ പരീക്ഷകൾ 2 ദിവസത്തേക്ക് മാറ്റിവെച്ചതായി പ്രോ വൈസ് ചാൻസലർ. അടുത്ത മാസം 2-ാം തീയതി തുടങ്ങേണ്ട പരീക്ഷകൾ 4-ാം തീയതി മുതൽ. നടപടി സർവകലാശാലയിലെ പരീക്ഷകൾ സ്വകാര്യ ഏജൻസിയെ ഏൽപ്പിച്ചത് സംബന്ധിച്ച പീപ്പിൾ വാർത്തയെ തുടർന്ന് വിദ്യാർത്ഥികളുടെ പൊതുവായിട്ടുള്ള അഭിപ്രായം കണക്കിലെടുത്തുകൊണ്ട് ഡിസംബർ 2-ാം തീയതി മുതൽ തുടങ്ങാൻ നിശ്ചയിച്ച BTech MTech പരീക്ഷകൾ ഡിസംബർ 4-ാം തീയതി മുതൽ ആരംഭിക്കുന്നതായിരിക്കും. ഓക്കെ, നേരത്തെ ഡിസംബർ 2-ന് തുടങ്ങി 14-ന് അവസാനിക്കുന്ന പരീക്ഷകൾ ഡിസംബർ 4-ന് തുടങ്ങി ഡിസംബർ 18-ന് അവസാനിക്കും. എല്ലാ സംവിധാനങ്ങളും യൂണിവേഴ്സിറ്റിയുടെ കൺട്രോൾ തന്നെയാണ് പരീക്ഷ നടക്കുന്നത്. ഇതിൻ്റെ സോഫ്റ്റ്വെയർ സംബന്ധമായ പരിപാടികളും ഹാർഡ്വെയറും മാത്രമാണ് സ്വകാര്യ ഏജൻസിക്ക് നൽകിയിട്ടുള്ളത്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പറേഷനും പരീക്ഷാ നടത്തിപ്പും ക്വസ്റ്റ്യൻ പേപ്പർ വാല്യുവേഷനും ഉത്തരക്കടലാസ് മൂല്യനിർണ്ണയം എല്ലാം പൂർണ്ണമായിട്ടും യൂണിവേഴ്സിറ്റിയുടെ കൺട്രോൾ തന്നെയാണ്. തീർത്തും വളരെ സെക്യൂർ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് യൂണിവേഴ്സിറ്റി ഫോളോ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി എസ് ജീവൻകുമാർ ചേരുന്നുണ്ട്. ജീവൻ, സാങ്കേതിക സർവകലാശാലയിലെ പരീക്ഷകൾ 2 ദിവസത്തേക്ക് മാറ്റിക്കൊണ്ട് പ്രോ വൈസ് ചാൻസലർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ? സ്വാമി, 1 ദിവസത്തിലേറെ നീണ്ടുനിന്ന അനിശ്ചിതത്വത്തിനൊടുവിലാണ് ഇപ്പോൾ സർവകലാശാലയുടെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത്. പരീക്ഷാ നടപടികൾ ഡിസംബർ 2-ന് ആരംഭിക്കേണ്ട പരീക്ഷാ നടപടികൾ 4-ാം തീയതിയിലേക്ക് മാറ്റിയതായി സർവകലാശാലയുടെ പ്രോ വൈസ് ചാൻസലർ അബ്ദുറഹ്മാൻ ഇപ്പോൾ പീപ്പിൾ TVയോട് പറഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ ഇത് ആദ്യമായിട്ടാണ് സർവകലാശാലയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ഒരു ആദ്യ പ്രതികരണം ഉണ്ടാവുന്നത് എന്നതും ശ്രദ്ധേയമാണ്. എന്നാൽ ഇന്നലത്തെ സർവകലാശാല തീരുമാനത്തിൽ നിന്നും സർവകലാശാല പിന്നോക്കം പോവുകയാണ്. കാരണം മെറിറ്റ് ട്രാക്ക് എന്ന പ്രൈവറ്റ് ഏജൻസിയെ കൊണ്ട് തന്നെ ഈ സർവകലാശാല പരീക്ഷകൾ നടത്തിക്കാനാണ് ഇപ്പോൾ വീണ്ടും ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഇതിൻ്റെ സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും അടക്കമുള്ള കാര്യങ്ങൾ പരിപൂർണമായി ഇതിൻ്റെ മെറിറ്റ് ട്രാക്ക് എന്ന കമ്പനി തന്നെയായിരിക്കും നിർവഹിക്കുക എന്നും PVC ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരണം നൽകുകയും ചെയ്തിരിക്കുന്നു. സർവകലാശാലയുടെ ഭാഗത്തു നിന്നും അനൗദ്യോഗികമായി നമുക്ക് ലഭിക്കുന്ന വിവരം ഇതാണ്. കാരണം നടപടിക്രമങ്ങൾ ഏതാണ്ട് പരിപൂർണമായും പൂർത്തീകരിച്ചിരിക്കുന്ന ഘട്ടത്തിൽ ഇനി പരീക്ഷ തുടങ്ങാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പുതിയ ഒരു സംവിധാനത്തിലൂടെ പരീക്ഷ നടപ്പിലാക്കുന്നത് പ്രായോഗികമല്ല എന്ന വാദമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. VCയുടെ വാക്കുകളും വളരെ ശ്രദ്ധേയമാണ്. കാരണം പരീക്ഷാ നടത്തിപ്പിൽ ഉള്ള കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ സർവകലാശാല നേരിട്ടാണ് ചെയ്യുന്നത് എന്ന് VC പറയുന്നു. എന്നാൽ പ്രോ VC ഒരു കാര്യം മറച്ചു വെക്കുകയും ചെയ്യുന്നു. ടാബുലേഷൻ അടക്കമുള്ള നടപടിക്രമങ്ങളാണ് ഒരു പരീക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അന്തസത്ത. ആ ടാബുലേഷൻ പ്രോസസ്സ് നടക്കുന്നത് സർവകലാശാലയ്ക്ക് ബന്ധമില്ല എന്നുള്ള കാര്യം പ്രോ VC നമ്മളുടെ ബൈറ്റിൽ പറഞ്ഞിട്ടുമില്ല. പകരം മൂല്യനിർണ്ണയം അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് സർവകലാശാലയായിരിക്കുമെന്ന് പറയുന്നത് അത് തെറ്റിദ്ധരിപ്പിക്കലാണ്. കാരണം അധ്യാപകർ ഇടുന്ന മാർക്ക് ടാബുലേഷൻ ഷീറ്റിലേക്ക് മാറ്റി അത് കൺവെർട്ട് ചെയ്തുകൊണ്ട് മാർക്കായി മാറ്റുന്നത്
മെറിട്രാക്ക് എന്ന പ്രൈവറ്റ് ഏജൻസി തന്നെയായിരിക്കും. ഇതടക്കമുള്ള കാര്യങ്ങൾ തന്നെ സർവകലാശാല ഈ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിൽ വിദ്യാർത്ഥികൾ പൊതുവിൽ ആശങ്കയിലുമാണ്. സോമി, SFI പ്രവർത്തകർ സാങ്കേതിക സർവകലാശാല ഉപരോധിച്ചു. പരീക്ഷാ നടത്തിപ്പ് സ്വകാര്യ ഏജൻസിയെ ഏൽപ്പിക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ചാണ് ഉപരോധം. കോഴിക്കോട് ഓടയിൽ മുങ്ങിമരിച്ച സംഭവത്തിൽ 3 പേർ കസ്റ്റഡിയിൽ. പ്രൊജക്ട് മാനേജർ, സൈറ്റ് എഞ്ചിനീയർ, സേഫ്റ്റി ഓഫീസർ എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത്. ഇവർക്കെതിരെ മനഃപൂർവ്വമില്ലാത്ത നരഹത്യയ്ക്ക് കേസെടുത്തു. മരണപ്പെട്ട നൌഷാദിന്റെ വീട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സന്ദർശിച്ചു. നൌഷാദിന്റെ മൃതദേഹം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ ഖബറടക്കി. കൈരളി ടിവിയിലെ ജനപ്രിയ റിയാലിറ്റി ഷോ പട്ടുറുമാൽ സീസൺ 9 ഗ്രാൻഡ് ഫിനാലെ നാളെ മലപ്പുറം തിരൂരിൽ. ആഘോഷരാവിനെ വരവേൽക്കാൻ തിരൂർ ഒരുങ്ങിക്കഴിഞ്ഞു. മാപ്പിളപ്പാട്ടിന് മേൽവിലാസം എഴുതിയ പട്ടുറുമാൽ ഗ്രാൻഡ് ഫിനാലെ തിരൂരിലെത്തിയതിന്റെ ആവേശത്തിലാണ് മലപ്പുറം. വൈകിട്ട് 6 മണിക്ക് തിരൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണ് മാപ്പിളപ്പാട്ടിന്റെ വസന്തം പെയ്തിറങ്ങുന്നത്. മുഹമ്മദ് യാഷിഖ്, ശ്യാംലാൽ, പർവീൻ ഫാത്തിമ, നിതിൻ ജി രാജൻ, ഇസ്മയിൽ, അബ്ദുൾ റഹ്മാൻ എന്നിവരാണ് അവസാന റൗണ്ടിലുള്ളത്. ഫിറോസ് ബാബു, നജീം അർഷാദ്, രഞ്ജിനി ജോസ് എന്നിവർ വിധികർത്താക്കളായെത്തും. കൂടെ വൈവിധ്യമാർന്ന നൃത്ത സംഗീത വിരുന്നും ഒരുക്കിയിട്ടുണ്ട്. പട്ടുറുമാലിലെ മുൻ വിജയികളും കുട്ടിപ്പട്ടുറുമാൽ ഫെയിം യുംനയും ആസ്വാദകരെ ആവേശം കൊള്ളിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ചലച്ചിത്ര സീരിയൽ താരങ്ങളായ വിഷ്ണുപ്രിയയും സാജിദ ഷമാസും അവതരിപ്പിക്കുന്ന നൃത്തവും ഒപ്പനയും ആഘോഷങ്ങൾക്ക് നിറം പകരും. 10,000-ഓളം പേർക്ക് ആസ്വദിക്കാനുള്ള വിപുലമായ സൗകര്യങ്ങളും തിരൂരിൽ സജ്ജമായി കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. സന്നിധാനത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ ജില്ലാ ഭരണകൂടം നടത്തുന്ന പരിശോധനകൾ ശക്തമാക്കി. അളവിലും തൂക്കത്തിലും വിലയിലും കൃത്രിമത്വം കാണിച്ച വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും പിഴ ഈടാക്കി. കാലാവധി കഴിഞ്ഞ ഭക്ഷ്യവസ്തുക്കളും സ്ക്വാഡ് പിടിച്ചെടുത്തു. ഡ്യൂട്ടി മജിസ്ട്രേറ്റ് ഗോപകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു ഇന്നലെ സന്നിധാനത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ വ്യാപകമായ റെയ്ഡ് നടത്തിയത്. വ്യാപാരത്തിൽ കൃത്രിമത്വം കാണിച്ച നിരവധി കടകൾക്ക് പരിശോധനാ സംഘം പിഴ ചുമത്തി. സന്നിധാനത്തെ പ്രമുഖ ഭക്ഷണശാലയിൽ നിന്നും കാലാവധി കഴിഞ്ഞ ഭക്ഷ്യധാന്യങ്ങൾ പരിശോധനാ സംഘം പിടിച്ചെടുത്തു. നെയ്യഭിഷേകത്തിനു ശേഷം ആഴിയിലേക്ക് എറിയേണ്ട തേങ്ങ ചില ഹോട്ടലുകളിൽ കറിക്കൂട്ടുകൾക്ക് ഉപയോഗിക്കുന്നതായി സ്ക്വാഡ് കണ്ടെത്തി. ആഴിയിൽ എറിയുന്നതിനു മുമ്പായി തീർത്ഥാടകരിൽ നിന്നും തന്ത്രത്തിൽ കൈക്കലാക്കുന്ന തേങ്ങയാണ് വൻതോതിൽ ഹോട്ടലുകളിൽ എത്തുന്നത്. പ്രത്യേക ഏജന്റുമാർ ഇതിനു പിന്നിൽ പ്രവർത്തിക്കുകയാണെന്ന് ഡ്യൂട്ടി മജിസ്ട്രേറ്റ് പറഞ്ഞു. ഇവിടെ കൊണ്ടുവരുന്ന നെയ്ത്തേങ്ങ അത് ലോഡ് കണക്കിന് ഹോട്ടലുകാർ വാങ്ങിയിട്ട് അതാണ് ചിരണ്ടുന്നത്. അത് ഞങ്ങൾ ഒരു ചാക്ക്, നിങ്ങൾക്ക് വിഷ്വൽ എടുക്കാവുന്നതാണ്, ഒരു ചാക്ക് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ചിരണ്ടിയ തേങ്ങ, നെയ്ത്തേങ്ങ ചിരണ്ടിയത്. ഇവർക്ക് ഇവിടുന്ന് ഏജൻസ് കാണും, ഇവിടുന്ന് ഉറപ്പായ ഏജൻസ് കാണും. അളവിലും തൂക്കത്തിലും കൃത്യത പാലിക്കാത്ത ഹോട്ടലുകൾക്കും പിഴ ചുമത്തി. കൃത്യമായ അളവിനോടൊപ്പം വിലവിവര പട്ടിക പ്രദർശിപ്പിക്കാത്ത സ്ഥാപനങ്ങൾക്ക് പരിശോധനാ സംഘം താക്കീത് നൽകി. തീർത്ഥാടകരെ കബളിപ്പിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരെ വരും ദിവസങ്ങളിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന് ഡ്യൂട്ടി മജിസ്ട്രേറ്റ് വ്യക്തമാക്കി. ക്യാമറാമാൻ രാഹുൽ ചന്ദ്രനൊപ്പം BG മിനീഷ് കുമാർ, ന്യൂസ് ബ്യൂറോ, സന്നിധാനം.